Alhamdulillah Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്തു തൗബയിലെ 63-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ألم يعلموا أنه من يحادد الله ورسوله فأن له نار جهنم خالدا فيها ذلك الخزي العظيم. അലം യഅലമു, അവർ മനസ്സിലാക്കുന്നില്ലേ, അവർ അറിയുന്നില്ലേ, അന്നഹു കാര്യമെന്തെന്നാൽ മൻ യുഹാദിദില്ലാഹ, ആരെങ്കിലും അല്ലാഹുവിനോട് വിരോധം പുലർത്തിയാൽ, വ റസൂലഹു, അവൻ്റെ ദൂതനോടും, ഫ അന്ന ലഹു നാറ ജഹന്നം, അപ്പോൾ അവന് നരകത്തിലെ ജഹന്നമിലെ തീയായിരിക്കും. ഖാലിദം ഫീഹ, അവിടെ നിത്യവാസിയാകുന്ന നിലയിൽ. ദാലിക്കൽ ഖിസിയുൽ അലീം, അതത്രേ കൊടൂരമായ നിന്ദ്യത. ഒന്നുകൂടെ. അലം യഅലമു, അവർ മനസ്സിലാക്കുന്നില്ലേ, അന്നഹു കാര്യമെന്തെന്നാൽ മൻ യുഹാദിദില്ലാഹ, ഹാദ്ദ വിരോധം വെച്ച് പുലർത്തുക, അള്ളാഹുവിനോട് ആരെങ്കിലും വിരോധം വെച്ച് പുലർത്തിയാൽ, വ റസൂലഹു, അവൻ്റെ ദൂതനോടും, ഫ അന്ന ലഹു, ഫ അപ്പോൾ അന്ന ലഹു, തീർച്ചയായും അവനുണ്ട്, നാറ ജഹന്നം, ജഹന്നമിലെ തീയും, ഖാലിദം ഫീഹ, അവൻ അവിടെ നിത്യവാസിയായിരിക്കും. ദാലിക്കൽ ഖിസിയുൽ അലീം, അതത്രേ ഗുരുതരമായ നിന്ദ്യമായ ഏറ്റവും വഷളായ നിന്ദ്യത, എന്താ പറയുക, അലീം കൊടൂരമായ നിന്ദ്യതയായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതിൻ്റെ കൂടെ നമ്മൾ മുമ്പ് പഠിച്ച സൂറത്തു നിസായിലെ 115-ാമത്തെ സൂക്തം കൂടി ഒന്ന് നോക്ക്. നമ്മൾ മുമ്പ് പഠിച്ചതാണെങ്കിലും ഒന്ന് ഓർമ്മയിൽ വരുന്നത് നല്ലതാണ്. 115 പേജ് 97-ാമത്തെ പേജിൽ അതിൻ്റെ മുകളിൽ നിന്ന് 2-ാമത്തെ ആയത്ത്. വമൻ യുശാഖിഖിർ റസൂല, ഇവിടെ പറഞ്ഞത് വമൻ യുഹാദിദില്ലാഹ. ഇപ്പം നമ്മൾ പറഞ്ഞ സൂറത്ത് തൗബയിൽ, ഇവിടെ സൂറത്ത് നിസായിൽ വമൻ യുശാഖിഖിർ റസൂല, ആരെങ്കിലും ദൂതനോട് വിഘടിച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിഘടിച്ചു പോയാൽ, മിൻ ബഅദി മാ തബയ്യന ലഹു അൽ ഹുദ, അവന് നേർമാർഗം ഏതാണെന്ന് വ്യക്തമായതിനു ശേഷം, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടേതല്ലാത്ത മാർഗം പിൻപറ്റുകയും ചെയ്താൽ, നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞയിടത്തേക്ക് നാം തിരിക്കും, അഥവാ അവൻ പോണ വഴിക്ക് നമ്മൾ തെളിക്കും. വനുസ്ലിഹി ജഹന്നം, അവനെ നാം ജഹന്നമിലിട്ട്, നരകത്തിലിട്ട് എരിയിക്കും. വസഅത് മസ്രീറ, അത് എത്ര ചീത്തയായ കേന്ദ്രമായിരിക്കും. അതോടൊപ്പം സൂറത്ത് നിസായിലെ തന്നെ 145-ാമത്തെ ആയത്ത് കൂടെ ഒന്ന് നോക്ക്. 145 നമ്മൾ പഠിച്ചത് തന്നെയാണ്, 2 പേജ് ഇപ്പുറം 101-ാമത്തെ പേജിൽ. ഇന്നൽ മുനാഫിഖീന, തീർച്ചയായും കപടന്മാർ, ഫി ദർക്കിൽ അസ്ഫലി, ഏറ്റവും താഴെ തട്ടിലായിരിക്കും, മിനന്നാരി, നരകത്തിൽ നിന്ന്, തീയിൽ നിന്ന്. വലൻ തജിദ ലഹും നസീറ, അവരെ സഹായിക്കാൻ താങ്കൾ ഒരു ആളെയും കണ്ടെത്തുകയില്ല, ഒരു സഹായിയെയും അവർക്ക് വേണ്ടി കണ്ടെത്തുകയില്ല. നരകത്തിൻ്റെ അടിത്തട്ടിലായിരിക്കും മുനാഫിഖുകൾ. ഇവിടെ ഇപ്പം നമ്മൾ സൂറത്ത് തൗബി പറഞ്ഞത് അലം യഅലമു അന്നഹു മൻ യുഹാദിദില്ലാഹ, അള്ളാഹുവിനോട് വിരോധം വെച്ച് പുലർത്തുക, ശത്രുത വെച്ച് പുലർത്തുക, ഹാദ്ദ. വ റസൂലഹു, അവൻ്റെ ദൂതനോടും,
അള്ളാഹുവിനോട് വിരോധം വെച്ച് പുലർത്തുക അവൻ്റെ ദൂതനോടും അതിനോടനുബന്ധമായി വരുന്ന എല്ലാ സംഗതികളോടും ഖുർആനിനോട് ഖുർആനിക നിയമങ്ങളോട് മുസ്ലിമീങ്ങളോടൊക്കെ അവർക്ക് വെറുപ്പാണ്. അങ്ങനെ ഉണ്ടായാൽ ഫഅന്ന ലഹു നാറ ജഹന്നം, അവന് ജഹന്നമിലെ തീയായിരിക്കും. നാറ് പറഞ്ഞാലും നരകം എന്നർത്ഥമുണ്ട്, തീയെന്നല്ല അർത്ഥം. ജഹന്നം എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ ഒരു പേരാണ്. നരകത്തിൻ്റെ 7 പേരുകൾ പണ്ഡിതന്മാർ സാധാരണഗതിയിൽ പര്യായങ്ങൾ എടുത്ത് പറയാറുണ്ട്. പരിശോധിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ 7 അധികമൊക്കെ നമ്മൾ കാണും. അതിലൊന്നാമത് പറയണതാണ് ജഹന്നം. ജഹന്നം ലള ഒരു നരകത്തിൻ്റെ പേരാണ്. ഹുത്വമ നമ്മൾ പഠിച്ചത് തന്നെയാണ് ഇതൊക്കെ. സഈർ എന്ന് പറഞ്ഞാൽ നരകം, കരിക്കുന്നത്, എരിക്കുന്നത് നോക്കി. സഖർ വമാ സലക്കക്കും ഫി സഖർ, അല്ലേ, നരകം. ജഹീം പിന്നെ അൽ ഹാവിയ അതാണത്ര നരകത്തിൻ്റെ ഏറ്റവും അടിയത്തെ ഏറ്റവും കഠോരമായ ശിക്ഷ ഉണ്ടാകുന്ന നരകം. എല്ലാം കഠോരം തന്നെയാണ്, അതികഠോരമായ നരകമാണ് അൽ ഹാവി. അല്ലാഹു തആല എല്ലാ നരകത്തിൽ നിന്നും നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നിരന്തരമായി ദുആ ചെയ്യണം കേട്ടോ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് മുഖ്യം, വളരെ മുഖ്യമാണ്. ഓരോ നരകത്തിലേക്കും ഓരോ ആൾക്കാരല്ല അംല അന്ന ജഹന്നമ എന്നില്ല. ഓരോ നരകത്തിനും ഓരോ വിഭാഗം ആൾക്കാർ അവരുടെ കുറ്റകൃത്യങ്ങളുടെ തോതനുസരിച്ച്. ഇവിടെ ഞാൻ ഒരുപാട് വിശദീകരിക്കണില്ല. ഇവിടെ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാകുമല്ലോ. അലം യഅലമു സൂറത്തു നിസാ പറഞ്ഞത് വമൻ യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ. കാര്യങ്ങൾ വ്യക്തമായതിന് ശേഷം അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും വിഘടിച്ചു പോയാൽ നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞയിടത്തേക്ക് നമ്മൾ തിരിക്കും. വനുസ്ലിഹി ജഹന്നം, അവനെ നരകത്തിലിട്ട് കരിക്കും. സാഅത്ത് മസീറ, അവിടെ അങ്ങനെ പറഞ്ഞത്. ഇവിടെ അലം യഅലമു, അവർ മനസ്സിലാക്കുന്നില്ല. മുനാഫിഖീങ്ങളാണല്ലോ സംസാര വിഷയം. അവർ മനസ്സിലാക്കുന്നില്ലയോ അന്നഹു മൻ യുഹാദിദില്ലാഹ, അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും ശത്രുത പുലർത്തിയാൽ, വിരോധം പുലർത്തിയാൽ ഫഅന്ന ലഹു നാറ ജഹന്നം, അവർക്ക് നാറു ജഹന്നമായിരിക്കും, നരകാഗ്നിയായിരിക്കും ശിക്ഷയായിട്ടു. ഖാലിദൻ ഫീഹ, അവൻ അവിടെ ശാശ്വതനായിരിക്കും. ഖാലിദൻ ശാശ്വതനായ അവസ്ഥയിൽ, ഫീഹ അവിടെ. ദാലിക്കൽ ഖിസിയുൽ അലീം, ഖിസി എന്ന നിന്ദിക്കുന്നത്, വഷളാക്കുന്നത്. അൽ അലീം വലിയ കൊടൂരമായ കടുത്ത നിന്ദതയായിരിക്കും അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ അകപ്പെടാതെ നമ്മളൊക്കെ കാക്കുമാറാവട്ടെ. നമ്മളെ കുട്ടികളെയും അവർക്ക് ദീനീ വിഷയങ്ങളിലൊക്കെ, ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് ദീനീ വിഷയങ്ങളിലൊക്കെ താല്പര്യങ്ങൾ കുറവാണ്, ആരാധനയിലൊക്കെ നിഷ്ഠ കുറവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെയും ദീനീ വിഷയങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും ആരാധനാ കർമ്മങ്ങളിൽ നിഷ്ഠ പുലർത്തിയും ജീവിക്കുന്ന ഭാഗ്യന്മാരിൽ ചേർക്കട്ടെ. നാഥ സഹായിക്കുമാറാകണം. അല്ലാഹ് നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം. ജന്നാത്തുൽ ഫിർദൗസിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണം. ഞങ്ങളുടെ ചെറിയ പ്രവർത്തനങ്ങൾ, ചെറിയ അമലുകൾ, ആരാധനകൾ, ഇതുപോലെയുള്ള ഖുർആൻ പഠനം ഒക്കെ സ്വാലിഹായ അമലായി നീ രേഖപ്പെടുത്തി ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുമാറാകണേ. അള്ളാഹുവെ, നിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളുടെ അടുക്കൽ ഭാരമുള്ള ഖനമുള്ള പ്രവർത്തനങ്ങളൊക്കെ കുറവാണ്. സഹാബിമാരെ സംബന്ധിച്ച് ഞങ്ങൾ പറയുമെങ്കിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ കുറവാണ്. ഇല്ല എന്ന് തന്നെ പറയുമാറ് നിസ്സാരമാണ്. അള്ളാഹ്, ഞങ്ങളുടെ ഈ ആരാധനാ കർമ്മങ്ങളും ഈ ചെറിയ കർമ്മങ്ങളും വലിയ പ്രതിഫലം നൽകി നിൻ്റെ കാരുണ്യത്താൽ ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകുമാറാകണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.